എല്ലാം കുറ്റവും കുറവുമായി മാറുന്ന അവസ്ഥ രൂപപ്പെട്ടാൽ അത് വലിയ വലിയ പ്രതിസന്ധികൾക്ക് കാരണമായി തീരും. അത് നമ്മുടെ ആൺമക്കളുടെ ജീവിത സ്വസ്ഥതയെ ആണ് ഇല്ലാതാക്കുന്നത്. മുതിർന്നവർ കൂടുതൽ പക്വതയും കാരുണ്യവും കാണിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ നിലപാട്. അത് നമ്മിൽ പ്രായോഗികവൽക്കരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഗുണകരമായ ഒരു ജീവിതം, ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. മൻ ലം യർഹം സഗീറന വലാ യഅരിഫു ശറഫ കബീരിന ഫലൈസ മിന്ന. ദൂരവ്യാപകമായ പ്രശോഭിതമായ ഒരു പ്രവാചക വചനമാണിത്. മൻ ലം യർഹം സഗീറന, നമ്മിൽ ആരാണ് ചെറിയവരോട് കരുണ കാണിക്കാത്തത്? വലാ യഅരിഫു ശറഫ കബീരിന ഫലൈസ മിന്ന, മുതിർന്നവരോട് അച്ചടക്കവും ആദരവും കാണിക്കാത്തത് ആരാണ്? അവർ നമ്മിൽ പെട്ടവനല്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാഹു അലം. ഞാൻ ചോദിക്കട്ടെ, നമ്മിൽ ആരാണ് ഒരു കുടുംബത്തിൽ മുതിർന്നത്? ആരാണ്? ഏതൊരു കുടുംബത്തിലെയും മുതിർന്നത് മാതാപിതാക്കളായിരിക്കും. മാതാപിതാക്കൾ മുതിർന്നവരാണെങ്കിൽ മുതിർന്നവർ തന്നിൽ താഴെയുള്ളവരോട്, ചെറിയവരോട് കരുണ കാണിക്കണം. ഹദീസിൽ ആദ്യം പറഞ്ഞത് അതാ, മൻ ലം യർഹം സഗീറന, ആരാണ് ചെറിയവരോട് കരുണ കാണിക്കാത്തത്? അവർ എന്നിൽ പെട്ടതല്ല എന്നാണ് പറഞ്ഞത്. പ്രായം കൊണ്ട് മൂത്തത് മാതാപിതാക്കളാണോ? ആണ്. ജീവിതാനുഭവം കൊണ്ട് മുതിർന്നത് മാതാപിതാക്കളാണോ? ആണ്. കുടുംബത്തിൽ മുതിർന്നത് മാതാപിതാക്കളാണോ? ആണ്. ഇനി മുതിർന്നത് ഭാര്യയാണോ ഭർത്താവാണോ? അവിടെയും ഭർത്താവാണ് മുതിർന്നത്. ഏകദേശം 90% അധികവും നമ്മുടെ കേരളത്തിൽ, ലോകത്ത് എല്ലായിടത്തുമുള്ളത് നമുക്കറിയില്ല, നമ്മുടെ കേരളത്തിൽ ഭർത്താക്കന്മാരാണ് മുതിർന്നയാളുകൾ. ഭർത്താവിന് ഒരു 28 വയസ്സുണ്ടെങ്കിൽ ഭാര്യക്ക് ഒരു 20, 21, 22 വയസ്സോ ആണ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഒരു 19 വയസ്സ്, 20 വയസ്സാണ് ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ ആരാണ് ഇവിടെ മുതിർന്നത്? ഭർത്താവാണോ മുതിർന്നത്? ഭാര്യയാണോ മുതിർന്നത്? ഭർത്താവാണല്ലോ, സംശയമില്ലല്ലോ. മാതാപിതാക്കളാണല്ലോ മുതിർന്നത്. മുതിർന്നവരായ മാതാപിതാക്കൾ തന്നേക്കാൾ പ്രായം കുറഞ്ഞ ഭാര്യയോട്, മകന്റെ ഭാര്യയോട് കരുണ കാണിക്കാൻ ബാധ്യസ്ഥരാണ്. ആ കരുണയാണ് ആദ്യം നൽകേണ്ടത്. എങ്ങനെയുള്ള മകനാകണം, എങ്ങനെയുള്ള മകളാകണം എന്ന് തീരുമാനിക്കുന്നത് മാതാപിതാക്കളാണ്. കാരണം മാതാപിതാക്കളിലൂടെയാണ് മക്കൾ ജനിക്കുന്നത്. അപ്പോൾ മക്കളെക്കാൾ മുതിർന്നത് മാതാപിതാക്കളാണ്. ആ മാതാപിതാക്കൾ മക്കൾക്ക് കരുണയുള്ള സ്നേഹം നൽകി അവരെ വളർത്തിയെടുക്കണം. എങ്കിലേ മാതാപിതാക്കളോട് ചേർന്ന് നിൽക്കുന്ന അച്ചടക്കമുള്ള ചിട്ടയുള്ള മക്കളായി മക്കൾ വളരുകയുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ആൺകുട്ടികളുടെ ഭാര്യമാരായി വരുന്ന, ഇണകളായി വരുന്ന നമ്മുടെ പൊന്നുമോളോട് കരുണ കാണിക്കുക എന്ന ബാധ്യത ഭർത്താവിന്റെ മാതാപിതാക്കൾക്ക് കടമയാണ്. ഭർത്താവ്
തൻ്റെ സഹധർമ്മിണിയേക്കാൾ മുതിർന്നയാളാണെങ്കിൽ ആ സഹധർമ്മിണി പ്രായത്തിൽ കുറഞ്ഞവളാണ് എന്ന നിലയിൽ അവളോട് സമ്പൂർണമായും കരുണ കാണിക്കേണ്ടത് ഭർത്താവായ മുതിർന്നയാളുടെ കടമയാണ്. അങ്ങനെ മുതിർന്നയാളുകൾ ചെറിയവരോട് കരുണ കാണിച്ച് കരുണാമയമായ ഒരു ജീവിതം പഠിപ്പിച്ചെടുക്കുക എന്ന കടമ മുതിർന്നവരായ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ചെറിയവരുടെ മേലിൽ ഉണ്ട്. ആ കടമ കരുണാമയമായി നിർവഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ ആൺകുട്ടികളുടെ ഭാര്യയായി ഇണയായി വരുന്ന ആ പെൺകുട്ടിക്ക് കരുണാമയമായ സ്നേഹവും സംരക്ഷണവും നൽകാൻ നമ്മുടെ ആൺകുട്ടികളെ നാം പഠിപ്പിക്കുകയും പ്രാപ്തരാക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. എന്നിട്ട് നമ്മുടെ ആൺകുട്ടികളുടെ ഭാര്യമാരോട് കരുണാമയമായി പ്രവർത്തിക്കുകയും അവരുടെ ഏറ്റവും നല്ല മാതാപിതാക്കളാവുകയും ഏറ്റവും മനോഹരരായ അധ്യാപകരാവുകയും ചെയ്തുകൊണ്ട് അവരെ ജീവിതത്തിൽ ഉന്നതമായ സന്തോഷത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിക്കൊണ്ടുവരികയാണ് വേണ്ടത്. അല്ലാതെ മകൻ വിവാഹം കഴിച്ച മകന്റെ ഭാര്യയും അവളുടെ കുടുംബവും എന്റെ മകനെ തട്ടിയെടുക്കുമോ, അവരുടെ പക്ഷത്തേക്ക് അവൻ ചേർന്നു പോകുമോ എന്ന് സംശയിക്കുന്നു എങ്കിൽ അത് നമ്മുടെ കുടുംബപരമായ ദൗർബല്യമാണ്. ആ ദൗർബല്യം നികത്തിയിട്ട് നമ്മുടെ കുടുംബത്തെ സുഭദ്രമാക്കാൻ നാം ചെയ്യേണ്ടത് മനോഹരമായ സ്നേഹം, മനോഹരമായ കരുണാഭദ്രമായ സ്നേഹം നമുക്ക് വിധാനം ചെയ്യാൻ കഴിയണം. നമ്മുടെ ആൺകുട്ടികൾക്ക് കൊടുക്കാൻ കഴിയണം, അവരുടെ ഭാര്യമാർക്ക് നൽകാൻ കഴിയണം. എന്നിട്ട് നമ്മുടെ ആൺകുട്ടികളും അവരുടെ സഹധർമ്മിണികളുമായി സസന്തോഷം സംതൃപ്തമായി ജീവിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യവും സാഹചര്യവും നാം ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ ഈ കരുണാമയമായ സ്നേഹം തിരിച്ചറിയാനുള്ള പ്രാപ്തിയും കഴിവും തൻ്റെ ഇടവും അവർക്കുണ്ടാകുന്നതോടുകൂടെ പ്രായമാകുന്ന സമയത്ത് നമ്മോട് കരുണ കാണിക്കണം എന്ന സ്വയം തിരിച്ചറിവ് അതിലൂടെ അവർക്കുണ്ടാകും. അല്ലാതെ അവരെ വേദനിപ്പിച്ചും നൊമ്പരപ്പെടുത്തിയും പ്രയാസപ്പെടുത്തിയും കഷ്ടപ്പെടുത്തിയും കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് പ്രയാസപ്പെടുത്തി നമ്മുടെ ആൺകുട്ടികളെയും അവരുടെ ഭാര്യമാരെയും വേദനിപ്പിക്കുകയാണെങ്കിൽ, പ്രയാസപ്പെടുത്തുകയാണെങ്കിൽ അത് അവരുടെ ഹൃദയത്തിൽ ജീവിതത്തിലെ ഒരു മുറിവായി നിലനിൽക്കുകയും നമ്മുടെ പ്രായാധിക്യത്തിൽ നാം ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂടേണ്ടി വരുമ്പോൾ ആ വേദനാജനകമായ പ്രയാസങ്ങൾ ഉള്ളിലൊതുക്കിയായിരിക്കും അവർ നമുക്കെന്തെങ്കിലും ഉപകാരം ചെയ്യുകയാണെങ്കിൽ ചെയ്യുക. ഉപകാരം ചെയ്യണം എന്നൊരു മൈൻഡ് നാം ഉണ്ടാക്കിയെടുക്കണ്ടേ? തനിക്ക് പ്രായമാകും, തനിക്ക് വയസ്സാകും, അന്ന് തൻ്റെ മക്കളുടെ സഹായ സഹകരണം തനിക്ക് ആവശ്യമാണ് എന്ന ഒരു ചിന്ത അവർക്ക് നാം ഉണ്ടാക്കിയെടുക്കണ്ടേ? അങ്ങനെ ഒരു ധാരണ നമ്മിൽ നിന്ന് നമ്മളിലൂടെ അവർക്കുണ്ടാകണ്ടേ? അതിനെന്ത് ചെയ്യണം? നമ്മൾ കരുണാമയമായ മനുഷ്യരായിരിക്കണം. നമ്മുടെ ആൺകുട്ടികൾക്ക് നല്ല ജീവിതം ഉണ്ടാകുന്നതിന് ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാ നിർദ്ദേശങ്ങളും നൽകാൻ നമുക്ക് കഴിയണം. നമ്മുടെ കുടുംബത്തിൽ വരുന്ന പാവപ്പെട്ട പെൺകുട്ടികൾക്ക് നല്ല സ്നേഹം കൊടുക്കാൻ നമ്മുടെ ആൺകുട്ടികളെ നാം പഠിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യണം.